അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 6ാമത്തെ പാഠമായ അൽ മുസ്തഹിഖൂന ലിസ്സകാത്തി എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാദിസു, 6ാമത്തെ പാഠം. അൽ മുസ്തഹിഖൂന ലിസ്സകാത്തി, സക്കാത്തിന്റെ അവകാശികൾ. സക്കാത്തിന്റെ അവകാശികളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. യജിബു, നിർബന്ധമാകുന്നതാണ്. ഇഅ്താഉസ് സക്കാത്തി, സക്കാത്തിനെ നൽകൽ. ലിൽ മുസ്തഹിഖീന, അതിന്റെ അവകാശികൾക്ക്. അപ്പൊ സക്കാത്ത് അതിന് അർഹരായവർക്ക് നൽകൽ നിർബന്ധമാണ്. വഹും, അവർ അൽ അസ്നാഫുൽ മദ്കൂറത്തു ഫീ ആയത്തിൻ, ആയത്തിൽ പറയപ്പെട്ട വിഭാഗങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിഭാഗങ്ങളാണ് സക്കാത്തിന്റെ അവകാശികൾ. ഏതാണ് ആ ആയത്ത്? ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീലി ഫരീളത്തും മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. സൂറത്ത് തൗബയിലെ 60ാമത്തെ ആയത്താണത്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്നമസ് സ്വദഖാത്തു, തീർച്ചയായും നിർബന്ധ ദാനധർമ്മങ്ങൾ, അതായത് സക്കാത്ത്. ലിൽ ഫുഖറാഇ, അത് ഫഖീറന്മാർക്കുള്ളതാണ്, ദരിദ്രന്മാർക്കുള്ളതാണ്. വൽ മസാകീനി, മിസ്കീന്മാർക്കുമുള്ളതാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഗതികള്. കഴിഞ്ഞില്ല. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ മേൽ ജോലി ചെയ്യുന്നവർക്കുമാണ്. കഴിഞ്ഞില്ല. വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഹൃദയം ഇസ്ലാമുമായി ഇണങ്ങിയവർക്കുമാണ്, ഇസ്ലാമുമായി മനസ്സ് ഇണങ്ങിയവർക്കുമാണ് സക്കാത്ത്. വഫിർ റിഖാബി, മോചനപത്രം എഴുതപ്പെട്ട അടിമക്കുമാണ്. വൽ ഗാരിമീന, കടക്കാർക്കും, അതായത് കടം കൊണ്ട് വലഞ്ഞവർക്കും. വഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർക്കും. വബിനിസ് സബീലി, വഴിയാത്രക്കാരനിക്കും. അപ്പൊ ഈ പറയപ്പെട്ട 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത്. ഫരീളത്തും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധ ബാധ്യതയാണിത്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധ ബാധ്യതയാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞാനിയുമാണ്, യുക്തിമാനുമാണ്. അടുത്തത് ഖുർആനിൽ പറയപ്പെട്ട ആ 8 വിഭാഗങ്ങളെ അതിന്റെ നിർവചനത്തോടുകൂടി നമുക്ക് പഠിക്കാം. അൽ അസ്നാഫു സമാനിയത്തു, 8 വിഭാഗങ്ങൾ. അതിൽ ഒന്ന് അൽ ഫഖീറു, ഫഖീറാണ്. ആരാണ് ഫഖീർ? ഫഖീർ എന്ന് പറഞ്ഞാൽ മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? ലൈസ ലഹു, അവനിക്കില്ല, മാലുൻ, സമ്പത്തില്ല, വലാ കസ്ബുൻ ലായിക്കുൻ, യോജിച്ച ജോലിയുമില്ല. എങ്ങനത്തെ സമ്പത്തും എങ്ങനത്തെ യോജിച്ച ജോലിയുമാണ്? യക്ഫീഹി ലിഹാജതിഹി, അവന്റെ ആവശ്യത്തിനിക്ക് മതിയാകുന്ന. വലി ഹാജത്തി മമൂനിഹി, അവന്റെ ആശ്രിതരുടെ ആവശ്യത്തിനിക്കും മതിയാകുന്ന. അപ്പൊ അവന്റെയും അവന്റെ ആശ്രിതരുടെയും ആവശ്യത്തിനിക്ക് മതിയാകുന്ന സമ്പത്തോ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫഖീർ. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, ആരാണ് ഫഖീർ? സ്വന്തം ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും, അതായത് കുടുംബത്തിന്റെ ചെലവിനും ആവശ്യമായ വരുമാനമോ സ്വത്തോ ഇല്ലാത്തവനാണ് ഫഖീർ. ഇനി രണ്ടാമത്തത് അൽ മിസ്കീനു. ആരാണ് മിസ്കീന്? മൻ ഖദറ അലാ മാലിൻ, സമ്പത്തിന്റെ മേൽ കഴിവുള്ളവനാണ്. ഔ കസ്ബിൻ, അല്ലെങ്കിൽ ജോലിയുടെ മേൽ, അതായത് സമ്പത്തോ തൊഴിലോ ഉള്ളവനാണ് മിസ്കീന്. കഴിഞ്ഞാൽ യഖൗ മൗഖിയൻ, അത്യാവശ്യം അത് ഉപകാരപ്പെടുകയും ചെയ്യും. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? അത് ഉപകരിക്കും. വലാ യക്ഫീഹി, പക്ഷെ അതെന്താവൂല, അവനക്ക് എന്താണ്? മതിയാകൂല. അപ്പൊ എന്താ പറഞ്ഞത്? സ്വത്തോ വരുമാനോ ഉണ്ടെങ്കിലും അത് തന്റെ ആവശ്യത്തിന് എന്താണ്? തികയൂല. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഉപകരിക്കും. പക്ഷെ എന്താണ്? അതെന്താണ്? ശരിക്കതെന്താണ്? മതിയാകൂല. സ്വത്തോ വരുമാനോ ഉണ്ടെങ്കിലും അത് തന്റെ ആവശ്യങ്ങൾക്ക് എന്താണ്? തികയാത്തവനാണ് മിസ്കീന്. അതായത്
അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു പോകാൻ പറ്റും. പക്ഷെ കൃത്യമായിട്ട് എന്താകൂല, അത് മതിയാകൂല. അങ്ങനെയുള്ള ആളുകൾക്കാണ് മിസ്കീന് എന്ന് പറയുക. അതാരെ പോലെ? കമൻ ഒരുത്തനെ പോലെ. എങ്ങനത്തെ ഒരുത്തനാണ്? യഹ്താജു ഇലാ അശറത്തിൻ, 10ലേക്ക് ആവശ്യമുള്ള ഒരുത്തനെ പോലെ. ഏത് സ്ഥിതിയിൽ? ഇൻദഹു, അവന്റെ അടുത്തുണ്ട്, സമാനിയത്തുൻ, 8 ഉണ്ട്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ആവശ്യമുള്ളവനിക്ക് എന്താണ്? അവന്റെ കയ്യിൽ എന്തുള്ളൂ? 8 ഉള്ളൂ. അപ്പൊ ആ 8 ഉണ്ടാകുമ്പോ എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെന്റിലേ പോവുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കാണ് മിസ്കീന് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, ആരാണ് മിസ്കീന്? സ്വത്തോ വരുമാനോ ഉണ്ടെങ്കിലും അത് തന്റെ ആവശ്യങ്ങൾക്ക് തികയാത്തവൻ. അടുത്തത് മൂന്നാമത്തത് അൽ ആമിലു, ആമിലാണ്. ആരാണ് ഈ ആമില്? മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? യബ്അസുഹു, ആ ഒരുത്തനെ നിയോഗിക്കും. ആര്? അൽ ഇമാമു, ഇമാം. അപ്പൊ ഇമാമ് നിയോഗിക്കുന്ന ഒരുത്തനാണ് ആമില്. എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിക്കുന്നത്? ലി ജംഇ സകാത്തി, സകാത്തിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി. കഴിഞ്ഞില്ല. വ ഖിസ്മതിഹി, അതിനെ വിതരണം ചെയ്യാൻ വേണ്ടിയും. ഫിൽ ഖിലാഫത്തിൽ ഇസ്ലാമിയത്തി, ഇസ്ലാമിക ഭരണകൂടത്തിൽ. അപ്പൊ ഇസ്ലാമിക ഭരണകൂടത്തിൽ സകാത്ത് പിരിക്കാനും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യാനുമായിട്ട് ഭരണാധികാരി, അതായത് ഇമാമ് നിയോഗിക്കുന്ന വ്യക്തിയാണ് ആമില്. ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സക്കാത്ത് ശേഖരിക്കാനും വിതരണം ചെയ്യാനുമായി ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിച്ച ഉദ്യോഗസ്ഥനാണ് ആമില്. അടുത്ത നാലാമത്തത് അൽ മുഅല്ലഫത്തു ഖുലൂബുഹും, മുഅല്ലഫത്തുൽ ഖുലൂബ്. അപ്പം മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാല് മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? അസ്ലമ, ഒരുത്തൻ മുസ്ലിം ആയിരിക്കുന്നു. ഏത് സ്ഥിതിയിൽ? വ നിയ്യത്തുഹു, അവന്റെ വിശ്വാസം ലഈഫത്തുൻ, എന്താണ്? ബലഹീനമാണ്. അപ്പൊ ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ വിശ്വാസം ദുർബലമായിരിക്കുകയും ചെയ്യുന്നവരാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അല്ലെങ്കിൽ ഔലഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊക്കെയുണ്ട് ഷറഫുൻ, ഒരു പ്രതാപമുണ്ട്, സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് നൽകുന്നത് കൊണ്ട് പ്രതീക്ഷിക്കപ്പെടും. ഇസ്ലാമു ഗൈരിഹി, മറ്റുള്ളവന്റെ ഇസ്ലാം, മറ്റുള്ളവൻ മുസ്ലിം ആകുക എന്നുള്ളത് എന്താണ്? അദ്ദേഹത്തിന് നൽകൽ കൊണ്ടെന്താണ്? പ്രതീക്ഷിക്കപ്പെടും. അപ്പൊ എന്താ പറഞ്ഞത്? ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ വിശ്വാസം ദുർബലമായിരിക്കുകയും ചെയ്യുന്നവര്, അല്ലെങ്കിൽ അയാൾക്ക് സക്കാത്ത് നൽകുന്നതിലൂടെ അയാളുടെ സ്വാധീനം കാരണം മറ്റുള്ളവരും ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവര്. അല്ലെങ്കിൽ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയാം, ഇസ്ലാമിനോട് അടുപ്പം കാണിക്കുന്നവര്, അല്ലെങ്കിൽ വിശ്വാസം ദൃഢപ്പെടാൻ സാധ്യതയുള്ള പൊതുവിശ്വാസികൾ. അതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഞ്ചാമത്തത് അർ റിഖാബു, റിഖാബ്. ആരാണ് റിഖാബ്? അൽ മുകാതബൂന, എഴുതപ്പെട്ടവര്. കിതാബത്തൻ സ്വഹീഹത്തൻ, ശരിയായ നിലക്ക് ശരിയായ വ്യവസ്ഥയിൽ മോചനപത്രം എഴുതപ്പെട്ട അടിമകൾക്കാണ് റിഖാബ് എന്ന് പറയുന്നത്. ഫയുഅത, അപ്പൊ നൽകപ്പെടണം. അവനെന്താണ്? നൽകപ്പെടണം. എപ്പോ? ഇൻ അജസ അനിൽ വഫാഇ, മോചനദ്രവ്യം നൽകാൻ അവർക്ക് കഴിയാതെ വന്നാൽ. അപ്പൊ മോചനദ്രവ്യം നൽകാൻ അവർക്ക് കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം? അവർക്ക് എന്താണ്? സക്കാത്ത് നൽകണം. അപ്പൊ എന്തിയപ്പ പറഞ്ഞത്? റിഖാബ് എന്ന് പറഞ്ഞ മോചനപത്രം എഴുതപ്പെട്ട അടിമകളാണ്. ആ അടിമകൾക്ക് അവർക്ക് അതിനുള്ള മോചനദ്രവ്യം നൽകാൻ കഴിയാതെ വന്നാൽ അവർക്ക് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അടുത്തത് ആറാമത്തത് അൽ ഗാരിമൂന, കടക്കാർ. ഏത് കടക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കടക്കാര് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? ഇസ്തദാന, അവൻ കടം വാങ്ങി. ലി നഫ്സിഹി, അവന്റെ ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവനാണ്. ലി ഗൈരി മഅസിയത്തിൻ, പാപമല്ലാത്ത കാര്യത്തിന് വേണ്ടി. അപ്പൊ തെറ്റല്ലാത്ത കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? കടം വാങ്ങിയവൻ. അങ്ങനത്തവനാണ് കടക്കാർ. ഫയുഫ്ത, അപ്പൊ നൽകപ്പെടണം. ഇൻ അജസ അനിൽ വഫാഇ, കടം വീട്ടാൻ കഴിയാതെ വന്നാൽ. അപ്പൊ കടം വീട്ടാൻ അവർക്ക് കഴിയാതെ വന്നാൽ അവർക്ക് എന്താണ്? സക്കാത്ത് നൽകപ്പെടണം. ഔലി മസ്ലഹത്തിൻ, അല്ലെങ്കിൽ പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി. ആദ്യം പറഞ്ഞത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി, അങ്ങനെ വീട്ടാൻ കഴിയാതെ വന്നാൽ അവർക്ക് എന്താണ്? സക്കാത്ത് നൽകപ്പെടണം. ഔലി മസ്ലഹത്തിൻ, അല്ലെങ്കിൽ പൊതു ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? കടം വാങ്ങി. ഫയുഅത, അപ്പൊ നൽകപ്പെടണം. മസ്തദാനഹു, കടം വാങ്ങിയ ഒന്നിന്. അപ്പൊ ആ കടം വാങ്ങിയത്
എത്രയാണെങ്കിൽ അതെന്താണ് സക്കാത്തായിട്ട് നൽകണം. വലോ ഖനിയൻ, അവർ സമ്പന്നരാണെങ്കിലും ശരി, പൊതു ആവശ്യത്തിന് കടം വാങ്ങിയ ആള് സമ്പന്നരാണെങ്കിലും ശരി, കടം വാങ്ങിയ തുക അവർക്ക് നൽകണം. നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ പറയാം. സ്വന്തം ആവശ്യത്തിനായോ അല്ലെങ്കിൽ പൊതു ആവശ്യത്തിനോ കടം വാങ്ങി അത് വീട്ടാൻ പ്രയാസപ്പെടുന്നവര്, അതാണ് ഗാരിമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെന്താണ്? സക്കാത്തിന്റെ അവകാശിയാണ്. അടുത്ത ഏഴാമത്തത് ഫീ സബീലില്ലാ. എന്താണ് ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാല്? ആരാണ് ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? യുജാഹിദുലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനാണ്. മുതതവ്വിഅൻ, പ്രതിഫലം കാംക്ഷിക്കാതെ, സേവനമായിട്ട്, പ്രതിഫലം കാംക്ഷിക്കാതെ ഒരു സേവനമായിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനാണ് ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലോ ഖനിയൻ, അവർ സമ്പന്നരാണെങ്കിലും ശരി. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ സമ്പന്നരാണെങ്കിലും ശരി, അവരെന്താണ്? സക്കാത്തിന്റെ അവകാശികളാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സന്നദ്ധ സേവകരാണ് ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എട്ടാമത്തത് ഇബ്നു സബീൽ. ആരാണ് ഇബ്നു സബീൽ? വഹുവ, ഇബ്നു സബീൽ മുസാഫിറുൻ, യാത്രക്കാരനാണ്. എങ്ങനത്തെ യാത്രക്കാരൻ? മുജ്താസും ബി ബലദി സക്കാത്തി, സക്കാത്ത് നൽകപ്പെടുന്ന നാട്ടിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരൻ. അല്ലെങ്കിൽ ഔ മുൻഷിഉ സഫരിൻ മുബാഹിം മിൻഹാ, ആ സക്കാത്ത് നൽകുന്ന നാട്ടിൽ നിന്നും അനുവദനീയമായ യാത്ര തുടങ്ങുന്നവൻ. അപ്പോ ഇത് രണ്ടുമാണ് ഇബ്നു സബീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്കാത്ത് നൽകപ്പെടുന്ന നാട്ടിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരൻ, അല്ലെങ്കിൽ അവിടെ നിന്നും അനുവദനീയമായ ഒരു യാത്ര തുടങ്ങുന്നവൻ. ഇതാണ് ഇബ്നു സബീൽ. അതായത് യാത്രക്കിടയിൽ കയ്യിൽ പണമില്ലാതെ പ്രയാസപ്പെടും, അങ്ങനെയുള്ള യാത്രക്കാര്, അവർക്കൊക്കെ എന്ത് ചെയ്യണം? സക്കാത്ത് നൽകണം. അപ്പൊ ഈ 8 വിഭാഗക്കാരാണ് സക്കാത്തിന്റെ അവകാശികൾ. ഇനി അടുത്തത് ഷുറൂത്തുൽ മുസ്തഹിഖീന, അവകാശികൾക്കുള്ള ഷർത്തുകൾ, സക്കാത്തിന്റെ അവകാശികൾക്കുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അയ്യക്കൂന മുസ്ലിമൻ, മുസ്ലിം ആയിരിക്കുക. അപ്പൊ സക്കാത്തിന്റെ അവകാശി എന്തായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തത് അയ്യക്കൂന ഹുർറൻ, സ്വതന്ത്രനായിരിക്കുക. സക്കാത്തിന്റെ അവകാശി സ്വതന്ത്രനായിരിക്കുക, അതായത് അടിമയാകാതിരിക്കുക. മൂന്നാമത്തത് അല്ലായക്കൂന ഹാഷിമിയൻ വലാ മുത്വലിബിയൻ, ഹാഷിം കുടുംബത്തിലോ മുത്തലിബ് കുടുംബത്തിലോ പെട്ടവരാകാതിരിക്കുക. അതായത് ഹാഷിമി കുടുംബത്തിലോ മുത്തലിബി കുടുംബത്തിലോ പെടാത്തവരായിരിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ പെട്ടവരാകാതിരിക്കുക. അപ്പൊ മൂന്നാമത്തത് അല്ലായക്കൂന ഹാഷിമിയൻ വലാ മുത്തലിബിയൻ, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവരായിരിക്കുക. അടുത്തത് അൽ അഫ്ളലു, ഏറ്റവും ഉത്തമം, അയ്യു അദ്ദിയ സക്കാത്ത, സക്കാത്ത് നൽകലാണ്. അൽ മാലികു, ഉടമസ്ഥൻ, അതായത് സക്കാത്ത് നിർബന്ധമായ വ്യക്തി, ബിനഫ്സിഹി, ആ വ്യക്തി തന്നെ, അതായത് നേരിട്ട് തന്നെ, സക്കാത്ത് നിർബന്ധമായ വ്യക്തി തന്നെ നേരിട്ട് സക്കാത്ത് നൽകലാണ് ഏറ്റവും ഉത്തമം. സുമ്മ ബി വക്കീലിഹി, പിന്നെ അദ്ദേഹത്തിന്റെ പ്രതിനിധി, പിന്നെ അദ്ദേഹത്തിന്റെ വക്കീൽ മുഖേന നൽകാം. ഫലാ യുജ്സിഉ, അപ്പൊ മതിയാകുകയില്ല. അദാഉ സക്കാത്തി, സക്കാത്ത് നൽകൽ. ലില്ലജ്നതി, ഒരു കമ്മിറ്റിക്ക്, ഒരു കമ്മിറ്റിക്ക് സക്കാത്ത് നൽകൽ, സക്കാത്ത് കൊടുക്കൽ എന്തല്ല? അനുവദനീയമല്ല. എന്തേ കാരണം? ലി അന്നഹ, തീർച്ചയായും അത്, ലാ തഖൂമു മഖാമൽ വക്കീലി, വക്കീലിന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല. അപ്പൊ എന്തേ പറഞ്ഞത്? ഒരു കമ്മിറ്റിക്ക് സക്കാത്ത് നൽകിയാൽ അത് മതിയാകുകയില്ല. കാരണം കമ്മിറ്റി ഒരു പ്രതിനിധിയുടെ സ്ഥാനത്തല്ല, അതായത് ഒരു വക്കീലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ല. അപ്പൊ ഇതാണ് പാഠം. സക്കാത്തിന് അർഹരായ 8 വിഭാഗങ്ങൾ, അത് ആരെല്ലാമാണെന്ന് നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിന്റെയും നിർവചനവും നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ സക്കാത്ത് വാങ്ങുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണ്, ഇതൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സക്കാത്ത് വിതരണം ചെയ്യുന്നതിലെ ഏറ്റവും ഉത്തമമായ രീതി ഏതാണ്, ആര് നൽകലാണ് ഉത്തമം,
ഇതൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് തദ്രീബാത്ത്. തദ്രീബാത്തിൽ ഒന്നാമത്തത് ഇഖ്തരി സ്വഹീഹ, ശരി തെരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തത് മൻ ലൈസ ലഹു മാലുൻ വലാ കസ്ബുൻ ലായിഖുൻ യക്ഫീഹി ഹുവ. എന്താ പറഞ്ഞത്? ആവശ്യത്തിന് മതിയാകുന്ന യാതൊരു സമ്പത്തോ അനുയോജ്യമായ തൊഴിലോ ഇല്ലാത്തവൻ ആരാണ്? അവിടെ 3 ഉത്തരം കൊടുത്തിട്ടുണ്ട്. അലിഫ് അൽ ഫഖീറു എന്നുണ്ട്, ബാ അൽ മിസ്കീനു എന്നുണ്ട്, ജീം അൽ ഗാരിമു എന്നുണ്ട്. അപ്പൊ ഇതില് അൽ ഫഖീറു എന്നുള്ളതാണ്, അലിഫ്, അതാണ് ശരിയായ ആൻസർ. രണ്ടാമത്തത് തുഅത സകാത്തു ലിൽ മുസ്ലിമി ഫഖദ് ഹാദാ, സകാത്ത് ഒരു മുസ്ലിമിന് മാത്രമേ നൽകാവൂ. ഇത് 2 ഓപ്ഷൻ ഉണ്ട്. സ്വഹീഹാണ്, തെറ്റാണ്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ബാ ഖത്ഉൻ തെറ്റാണ്. അപ്പൊ അതിലെന്താ എഴുതേണ്ടത്? ശരിയായ ആൻസർ സ്വഹീഹുൻ എന്നുള്ളതാണ്, അലിഫാണ് ശരിയായത്. ഇനി മൂന്നാമത്തത് ഫീ സബീലില്ലാഹി ഹും. ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ്. അവിടെ 3 ഉത്തരം കൊടുത്തിട്ടുണ്ട്. അൽ ഗാരിമൂന, അൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി മുതതവ്വിഈന, അൽ മുകാതബൂന. ഗാരിമൂന എന്ന് പറഞ്ഞാൽ കടക്കാര്, അൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി മുതതവ്വിഈന എന്ന് പറഞ്ഞാൽ പ്രതിഫലം കാംക്ഷിക്കാതെ സേവനമായി യുദ്ധം ചെയ്യുന്നവർ. ജീം അൽ മുകാതബൂന, മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ശരിയായ ആൻസർ ബാ ആണ്, അൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി മുതതവ്വിഈന. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ഉദ്ദേശിക്കാതെ, പ്രതിഫലം കാംക്ഷിക്കാതെ സേവനമായി യുദ്ധം ചെയ്യുന്നവർ. ഇനി രണ്ടാമത്തത് ലൗ അലാമത്ത എന്നൊരു കോളത്തിൽ ശരി എന്നുള്ളൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഔ എന്ന് എഴുതിയിട്ട് ഒരു തെറ്റിന്റെ ചിഹ്നവുമുണ്ട്. അപ്പൊ ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക എന്നാണ് ഉദ്ദേശം. അതിൽ ഒന്നാമത്തത് യുഅ്തൽ ഹാഷിമിയു സകാത്ത, ഹാഷിം കുടുംബത്തിൽപ്പെട്ടവർക്ക് സകാത്ത് നൽകണം, അല്ലെങ്കിൽ ഹാഷിം കുടുംബത്തിൽപ്പെട്ടവർക്ക് സകാത്ത് നൽകാം. ഇത് ശരിയാണോ തെറ്റാണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ ഈ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് യജൂസു ഇഅ്താഉ സകാത്തി ലിൽ ഗാരിമില്ലദി ഇസ്തദാന ലിമഅസിയത്തിൻ, പാപമായ കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയവന് സകാത്ത് നൽകൽ അനുവദനീയമാണ്. പാപത്തിന് വേണ്ടി, തെറ്റിന് വേണ്ടി കടം വാങ്ങിയ ആൾക്ക് സകാത്ത് നൽകൽ അനുവദനീയമാണ്. ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്, ശരിയല്ലല്ലോ. മൂന്നാമത്തത് ലാ യജൂസു ഇഅ്താഉ സകാത്തി ലിഗൈരിൽ മുസ്ലിമി, മുസ്ലിം അല്ലാത്തവർക്ക് സകാത്ത് നൽകൽ അനുവദനീയമല്ല. സകാത്തിന്റെ അവകാശികൾക്കുള്ള നിബന്ധനകളൊക്കെ നാം പഠിച്ചു. അപ്പോ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം അല്ലാത്തവർക്ക് സകാത്ത് നൽകൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അടുത്ത നാലാമത്തത് യുഅ്തൽ മിസ്കീനു ലി അന്നഹു ലാ യക്ഫീഹി മാ ഇൻദഹു, മിസ്കീനിന്റെ അടുത്തുള്ളത്, മിസ്കീനിന്റെ പക്കലുള്ളത് അവന് മതിയാകാത്തത് കൊണ്ട് അവന് സകാത്ത് നൽകാം. ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അതെന്താണ്? ശരിയാണ്. മൂന്നാമത്തത് സിൽ ബൈന സ്വിൻഫി വ തഅരീഫിഹി, ഓരോ വിഭാഗത്തെയും അവയുടെ നിർവചനങ്ങളുമായി യോജിപ്പിക്കുക. അതിൽ ഒന്നാമത്തത് അൽ ഗാരിമു, ഖാരിമ് എന്ന് പറഞ്ഞ ആരാന്നാണ്. അപ്പൊ അവിടെ യോജിച്ചത് ഏതാ? മൻ അലൈഹി ദൈനുൻ, കടമുള്ളവൻ, കടമുള്ളവനാണ് ഖാരിമ് എന്ന് പറയാ. രണ്ടാമത്തത് ഫീ സബീലില്ലാ, ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാല് അൽ മുഖാത്തിലുൽ മുതതവ്വിഉ, പ്രതിഫലം കാംക്ഷിക്കാതെ യുദ്ധം ചെയ്യുന്നവൻ. മൂന്നാമത്തത് അർ-റിഖാബു, റിഖാബ് എന്ന് പറഞ്ഞാല് അൽ മുകാതബൂന, മോചനം എഴുതിയ അടിമകൾ. അടുത്തത് ഇബ്നു സബീൽ, അത് നേർക്കുള്ള തന്നെ, അൽ മുസാഫിറു, യാത്രക്കാരൻ. അപ്പൊ ഈ പാഠം ശരിക്ക് മനസ്സിലാക്കുക. സക്കാത്തിന്റെ അവകാശികൾ ആരാണ് എന്ന് അതിന്റെ നിർവചനത്തോടു കൂടി നാം ശരിക്കും പഠിച്ചു. അതുപോലെ തന്നെ അവകാശികൾക്കുണ്ടായിരിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണ്, ഇതൊക്കെ നാം പഠിച്ചു. അള്ളാഹു നമുക്ക് നാഫിആയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.